ഒറ്റശേഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ കല്ലുമോളുടെ കാര്യം ജയഗീതയോട് പറയാനായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ജയഗീതയാണെങ്കിൽ തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും രണ്ട് മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതെന്നും ഭർത്താവിന്റെ വീട്ടുകാർ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ദ്രോഹിക്കല്ലാതെ ഉപകാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്റെ സ്വന്തം വീട്ടുകാർ എപ്പോഴോ എന്നെ കൈ ഒയ്യുന്നാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ രണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ചേ മതിയാകും എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയോട് അവളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന കൃഷ്ണ പറയുന്നു, അന്ന് നിന്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഞങ്ങൾ വന്നിരുന്നു. നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ വന്നപ്പോ പ്രതാപേട്ടനാണ് പറഞ്ഞത് അത് വേണ്ട എന്ന്. ഒരു ആശ്വാസ വാക്ക് കൊണ്ടൊന്നും തീരാവുന്ന വേദനയല്ല ജയദീപയുടെ എന്നൊക്കെ. അതുകൊണ്ട് തിരികെ പോയതടി. എന്തായാലും നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ, സങ്കടങ്ങൾ ഉള്ളു തുറന്ന് പറയാനായിട്ട് ആരെങ്കിലും വേണമെന്നൊക്കെ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ടെന്ന് പറയുന്നു. എന്തായാലും ചായ ഇടാനായിട്ട് രണ്ടാളും അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ജയഗീത ചോദിക്കുകയാണ് ഇപ്പൊ എന്താ വന്നതിന്റെ റീസൺ എന്നും. ഇത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട്, അതെ, എനിക്ക് ഒരു അകന്ന ബന്ധുവുണ്ട്. അയാൾക്ക് ഒരു മോളുണ്ട്, 3 വയസ്സുകാരായിട്ടുള്ള ഒരു കല്ലുമോള്. അവളെ നോക്കണം, നല്ല ശമ്പളം കിട്ടുമെന്നൊക്കെ പറയുമ്പോ ജയഗീത പറയുന്നുണ്ട്, 3 വയസ്സെന്ന് പറയുമ്പോ എന്റെ കുഞ്ഞിന്റെ അത്ര പ്രായം കാണും അല്ലേ? അതെ, അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ. അതെന്താ ബുദ്ധിമുട്ട് നിനക്ക്? നിന്റെ കുഞ്ഞിനോടൊപ്പം അവളെ കൂടി നോക്കിയാൽ മതി. അതല്ലടി, ഈ വീട് കേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് കൊടുത്തത് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണ്. അവർക്ക് ഈ വീട് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ മക്കളെ കൊണ്ട് എനിക്ക് കടത്തണയിൽ പോയി കിടന്നാലും ആരും ചോദിക്കില്ല. പക്ഷെ മറ്റൊരു കുഞ്ഞ് അത് വേണ്ട എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കോടതിയിൽ നിന്നും അവസാന വിധി വരുന്നത് വരെ കാത്തിരിക്കാം. അതിനുശേഷം ഞാൻ എന്തെങ്കിലും തീരുമാനം പറയാമെന്നിങ്ങനെ കൃഷ്ണയോട് പറയുന്നു. കൃഷ്ണ പറയുന്നുണ്ട്, ഈ സാഹചര്യത്തിൽ ഞാൻ നിന്നെ എന്തായാലും നിർബന്ധിക്കുന്നില്ല എന്ന്. അങ്ങനെ ട്യൂഷൻ എടുക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെയും കൂട്ടിയിട്ട് ജയദീപിയാണെങ്കിൽ പോവുകയാണ്. അങ്ങനെ കൃഷ്ണയുടെ ആ ഒരു ശ്രമം അവിടെ അവസാനിക്കുന്നു. പിന്നീട് ഹോസ്പിറ്റലിലാണ് നമ്മുടെ മീനാക്ഷി കുറച്ച് കുറച്ച് റിക്കവർ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ മീനാക്ഷിയോട് പറയുന്നത്, സത്യം പറഞ്ഞാൽ മീനാക്ഷിയെ പോലൊരു ആളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അതൊക്കെ ഡോക്ടർ വെറുതെ പറയുന്നതല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് കുറച്ചൊക്കെ എന്റെ മനസ്സിലൂടെ മിന്നി മായുന്നുണ്ട്. ഞാൻ എല്ലാവരെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്? മീനാക്ഷിയെ പോലെ ബുദ്ധിയും വിവേകവും സൗന്ദര്യമുള്ള പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും ഒരിക്കലും ആവരുത്. എന്തായാലും മീനാക്ഷി ഇനി കഴിഞ്ഞതൊന്നും തന്നെ ആലോചിക്കരുതെന്നൊക്കെ പറയുമ്പോൾ മീനു പറയുന്നുണ്ട്, ഇല്ല, ഇനി ഒന്നും തന്നെ ആലോചിക്കില്ല എന്ന്. അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ മീനാക്ഷിയെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നീട് റൂമിലേക്ക് മാറ്റാനായിട്ട് സിസ്റ്ററോട് പറയുകയാണ്. പിന്നീട് മലേഷ്യയിൽ നിന്നും മുകുന്ദനാണെങ്കിൽ കല്ലുമോളോട് സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. കൃഷ്ണയാണ് ഫോൺ എടുക്കുന്നത്. എവിടെ അച്ഛന്റെ കല്ലുമോൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ കല്ലുമോളാണെങ്കിൽ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. പ്രതാപം പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട്, എങ്ങനെ പോകുന്നു, എന്തെങ്കിലും ബെറ്റർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഓരോ പുരോഗതിയൊക്കെ വരുന്നുണ്ട്, എനിക്ക് എന്റെ കല്ലുമോളെ കാണാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. കല്ലുമോൾ ഇവിടെ ഹാപ്പിയാണ്, അവൾ സുഖമായി ഇരിക്കുന്നു എന്നൊക്കെ കൃഷ്ണയും പ്രതാപനും പറയുന്നു. അങ്ങനെ കല്ലുമോളുടെ കയ്യിൽ ഫോൺ കൊടുക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും കല്ലുമോളാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തായാലും മുകുന്ദൻ പറയുന്നുണ്ട്, കല്ലുമോൾ അച്ഛനോട് മിണ്ടിയില്ലെങ്കിലേ അച്ഛനും തെറ്റിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു പിണക്കമൊക്കെ നടക്കുകയാണ്. അതിനുശേഷം കൃഷ്ണയോടും പ്രതാപനോടും പറയുന്നുണ്ട്, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ വീട്ടിലാവട്ടെ തുളസീധരനാണെങ്കിൽ കല്ലുമോളുടെ ഓർമ്മയിലാണ്. അതായത് കല്ലുമോൾ കളിച്ചിരുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അവളെ കുറിച്ചുള്ള പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തെടുക്കുകയാണ്. മീനാക്ഷിയും മഞ്ജുവും കല്ലുമോളും ചേർന്ന് ഓടി കളിച്ച കാര്യങ്ങളൊക്കെ തന്നെ. അതൊക്കെ കണ്ട് അവിടേക്ക് ആശാൻ വരുന്നുണ്ട്. ആശാനെ കാണുമ്പോൾ ആശാനോ വരൂ, അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് തുളസീധരനാണെങ്കിൽ ആശാനുമായിട്ട് അകത്തേക്ക് വരികയാണ്. എന്താടോ താൻ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു? എങ്ങനെയാ ആശാനെ കല്ലുമോളെ മറക്കാൻ കഴിയുക? എവിടെ നോക്കിയാലും അവൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കത് മറക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. പ്രസിഡന്റ് അങ്ങോട്ട് വരുന്നുണ്ട്. ആശാനെ ചായ എടുക്കട്ടെ, അതോ മോരും വെള്ളം? ഒന്നും വേണ്ട. എന്തായാലും തുളസീധരനാണെങ്കിൽ ആ ഒരു കാര്യം തുറന്നു പറയുന്നു. അതായത് ഞങ്ങള് വേറൊരു സ്ഥലം അന്വേഷിച്ചിട്ടുണ്ട്. വേറെ സ്ഥലമോ? എന്തിന്? അത് ഞങ്ങൾ ഇവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു. അതെന്തിനാടോ ഇവിടെ നിന്നും പോകുന്നതെന്ന് ആശാൻ ചോദിക്കുമ്പോൾ, അത് ഇവിടെ ഇരുന്ന ശരിയാവില്ല, ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല, എവിടെ നോക്കിയാലും കല്ലുമോൾ മാത്രമേ ഉള്ളൂ. എന്റെ മീനാക്ഷിയുടെ അവസ്ഥ ആശാൻ കണ്ടതല്ലേ, അതിനിപ്പോ നമ്മൾ അവൾക്ക് വേണ്ട ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നില്ലല്ലോ എന്ന് ആശാൻ പറയുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്. ഇതുപോലെ എനിക്ക് പരിചയത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവള് പിന്നെ ഈ ഒരു അസുഖം വന്നതിന് ശേഷം ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് എനിക്ക് എന്റെ മീനാക്ഷിയെ അങ്ങനെ? അതുകൊണ്ട് അവളുടെ മനസ്സും റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് മാറാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ആശാൻ പറയുന്നുണ്ട്, അപ്പോ സത്യത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു നാട്ടുകാരെ അല്ലെങ്കിൽ അയൽവാസിയെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നല്ലേ? ഇത് കേട്ട് പ്രസന്നയും തുളസീധരനും ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ തന്റെ ചെക്കപ്പിനായിട്ട് പോവുകയാണ് ഡോക്ടറുടെ അടുത്തേക്ക്.
എന്തായാലും ഈ സമയം ഡോക്ടർ പറയുന്നുണ്ട്, തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് മീനാക്ഷിയോട് സംസാരിക്കുകയാണ്. അതായത് ആ സ്ഥലത്ത് പെൺകുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയുമെന്നും. പക്ഷെ അതോർത്ത് ഒരിക്കലും അമ്മമാർ വിഷമിച്ചിരിക്കാറില്ല. വീണ്ടും അവർ ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു, പിന്നെയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാ സുഖങ്ങളും ജീവിത സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയാവണം ഇനി മീനാക്ഷിക്ക് നല്ലൊരു ഭാവിയുണ്ട്. മീനാക്ഷി സുന്ദരിയാണ്, അതുപോലെ പഠിച്ച് വിവരമുള്ള കുട്ടിയാണ്. ഇനി ഒരിക്കലും പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ട് മീനു ആണെങ്കിൽ ആകെ വല്ലാത്തൊരു വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.